Okay, so today topic is cardiology. അപ്പൊ നമ്മള് കാർഡിയോളജിയിൽ നമ്മൾ കാർഡിയക് സിസ്റ്റത്തില് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്ന കണ്ടീഷനാണ് MI, മയോകാർഡിയൽ ഇൻഫ്രാക്ഷൻ. അപ്പൊ എന്താണ് മയോകാർഡിയൽ ഇൻഫ്രാക്ഷൻ? മയോകാർഡിയൽ ഇൻഫ്രാക്ഷൻ ഇസ് ദ നെക്രോസിസ് ഓഫ് ദ portion of the heart muscles occur due to the inadequate O2 supply. അപ്പൊ എന്താണ് ഇൻഅഡിക്വേറ്റ് O2 സപ്ലൈ മൂലം ഹാർട്ട് മസിൽസിന്റെ എന്താണ് ഹാർട്ട് മസിൽസ് എന്താണ് നെക്രോസിസ് സംഭവിച്ച് അവസാനം എന്താണ് ഹാർട്ട് ഇറ്റ് ലീഡ്സ് ടു കാർഡിയക് അറസ്റ്റ് അല്ലെ, ഹാർട്ട് വർക്ക് ആവുന്നില്ല. അതാണ് എന്ത് മയോകാർഡിയൽ ഇൻഫ്രാക്ഷൻ. അപ്പൊ എന്താണ് MIയുടെ റിസ്ക് ഫാക്ടർ? ഹൈപ്പർ ടെൻഷൻ, അതിറോസ്ക്ലറോസിസ്, ഇൻക്രീസ്ഡ് കൊളസ്ട്രോൾ ലെവൽ, ഡയബറ്റിക് മെലിറ്റസ്, ഒബൈസിറ്റി, സ്മോക്കിംഗ്. ദിസ് ആർ ദ റിസ്ക് ഫാക്ടേഴ്സ് ഫോർ ദ MI. അപ്പൊ മോസ്റ്റ് കോമൺ റീസൺ എന്ന് പറഞ്ഞ ലൈഫ് സ്റ്റൈൽ ആണ് കേട്ടോ. അപ്പൊ നമ്മൾ ലൈഫ് സ്റ്റൈൽ റീസൺസ് കൊണ്ട് നമ്മുടെ ശരീരത്തിലെ കൊളസ്ട്രോൾ ലെവൽ ഇൻക്രീസ് ചെയ്യണം. സോ ദർ ആർ ടു ടൈപ്പ് ഓഫ് കൊളസ്ട്രോൾ ഉണ്ട്, ഗുഡ് കൊളസ്ട്രോൾ ഉണ്ട്, ബാഡ് കൊളസ്ട്രോൾ ഉണ്ട്. സോ LDL ആണ് ബാഡ് കൊളസ്ട്രോൾ, ലോ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻ ഈസ് ഇൻക്രീസിങ്, ആൻഡ് ഗുഡ് കൊളസ്ട്രോൾ ആയിട്ടുള്ള ഹൈ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻ ഈസ് ഡിക്രീസിങ്. അപ്പൊ എന്താണ് നമുക്ക് സൈൻസ് സിംറ്റംസ് വരുന്നത് ഒരു പേഷ്യന്റ് MI സംഭവിക്കുമ്പോൾ? ചെസ്റ്റ് പെയിൻ റേഡിയേറ്റിംഗ് ടു ലെഫ്റ്റ് ജോ, നെക്ക്, ഷോൾഡർ ആൻഡ് ആംസ്. അപ്പൊ പെട്ടെന്ന് ലെഫ്റ്റ് സൈഡിൽ പെയിൻ വന്ന് നെക്കിലോട്ടും ഷോൾഡറിലോട്ടും ആംസിലോട്ടും പെയിൻ റേഡിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതെന്താണ്? MIയുടെ പെയിൻ ആണ്. ആൻസൈറ്റി, പാൽപിറ്റേഷൻസ്, ഡിസറിത്രീമിയ, ഡിസിപ്നിയ, സ്വെറ്റിംഗ്, hypotension, headache. These are the signs and symptoms are in the MI. അപ്പൊ നമ്മൾ എങ്ങനെയാണ് നമ്മൾ ഇത് ഡയഗ്നോസ്റ്റിക് ഇവാലുവേഷൻ ചെയ്യുക? ഇമീഡിയറ്റ്ലി നമ്മൾ എന്ത് ചെയ്യണം? ഒരു പേഷ്യന്റിന് MIയുടെ പെയിൻ ആണെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ECG എടുക്കണം. ECGയിൽ ST എലിവേഷൻ ആണെങ്കിൽ നമുക്ക് എന്ത് വരുത്താം? കൺഫേം ആക്കാം അത് MI ആണ്. നമുക്കൊരു എൻസൈം ടെസ്റ്റിംഗ് കൂടി ചെയ്യാം. എന്താണ്? ട്രോപ്പൈ നമ്മൾ ഒരു 3 to 6 hours നമ്മൾ ട്രോപ്പൈ എടുക്കണം. അപ്പൊ നമുക്ക് അറിയാൻ പറ്റും എന്ത് ഡിറ്റക്റ്റബിൾ ആണ്, എന്ത് നമുക്ക് പെട്ടെന്ന് നമുക്ക് MI എന്താ റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റും. ബ്ലോക്ക് ഉണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും. സോ എമർജൻസി മാനേജ്മെന്റ് എന്താ? അഡ്മിനിസ്റ്റർ ഓക്സിജൻ, ഗീവ് ആസ്പിരിൻ. ആസ്പിരിൻ ഇസ് ആന്റിപ്ലേറ്റ്ലെറ്റ് ആണ്. NTG കൊടുക്കാം. NTG ഒരു വാസോ ഡയലറ്റേഴ്സ് ആണ്. NTG നമ്മൾ 4 mg നമ്മൾ എന്ത് ചെയ്യണം? 3 ഡോസസ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? 4 mg നമ്മൾക്ക് ഈ സബ്ലിംഗുൽ ആയിട്ട് നമുക്ക് NTG അഡ്മിനിസ്റ്റർ ചെയ്യാം. മോർഫിൻ കൊടുക്കാം. മോർഫിൻ എന്തിനാ? പെയിൻ മാനേജ്മെന്റിന് വേണ്ടിയാണ് നമ്മൾ മോർഫിൻ അഡ്മിനിസ്റ്റർ ചെയ്യുന്നത്. ദിസ് ആർ ദ എമർജൻസി മാനേജ്മെന്റ് ഇൻ MI അല്ലെ. നെക്സ്റ്റ് എന്താണ്? എന്ത് ഇന്റർവെൻഷൻ നമ്മൾ പറയാ? പ്ലേസ് ദ പേഷ്യന്റ് ഇൻ എ സെമി ഫൗളസ് പൊസിഷൻ. എന്തിനു വേണ്ടിയാണ് നമ്മൾ സെമി ഫൗളസ് പൊസിഷനിൽ പേഷ്യന്റിനെ നമ്മൾ പ്ലേസ് ചെയ്യുന്നത്? എയർവേ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട്. സോ അഡ്മിനിസ്റ്റർ ഓക്സിജൻ, obtain IV access and ECG, monitor intake and output and blood pressure, and assess the temperature of the extremities. So these are the interventions we are providing. Okay. Next ആണ് ഹാർട്ട് ഫെയിലിയർ. സോ വാട്ട് ഇസ് ഹാർട്ട് ഫെയിലിയർ? നെക്സ്റ്റ് കണ്ടീഷൻ ഹാർട്ട് ഫെയിലിയർ ആണ്. അപ്പൊ എന്താണ് ഹാർട്ട് ഫെയിലിയർ? ഇനേബിലിറ്റി ഓഫ് ദ ഹാർട്ട് ടു മീറ്റ് മെറ്റബോളിക് നീഡ് ഡ്യൂ ടു ഇംപയർഡ് കോൺട്രാക്ടിലിറ്റി. അപ്പൊ എന്താണ്? ഇംപയർഡ് കോൺട്രാക്ടിലിറ്റി മൂലം നമ്മുടെ ഹാർട്ടിന് പമ്പ് ചെയ്യാൻ പറ്റാത്ത മൂലം മെറ്റബോളിക് നീഡ്സ് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്നില്ല. അതാണ് എന്ത്? ഹാർട്ട് ഫെയിലിയർ അല്ലെ. സോ എന്താണ്? നമുക്ക് 2 സൈഡ് ഹാർട്ട് ഉണ്ട്, റൈറ്റ് സൈഡ് ഉണ്ട്, ലെഫ്റ്റ് സൈഡ് ഉണ്ട്. സോ റൈറ്റ് സൈഡ് ഹാർട്ട് വർക്ക് ആവുന്നില്ല, ഇറ്റ്സ് നോട്ട് വർക്കിംഗ്, അല്ലെങ്കിൽ റൈറ്റ് സൈഡ് ഹാർട്ട് ഫെയിലിയർ ആയി. എന്തുകൊണ്ടാണ്? നമ്മുടെ ഓൾ ബോഡി പാർട്സിൽ ഡിയോക്സിനേറ്റഡ് ബ്ലഡ് കളക്ട് ചെയ്ത് റൈറ്റ് ഹാർട്ടാണ് ആ ബ്ലഡ് റിസീവ് ചെയ്യുന്നത്. സോ റൈറ്റ് ഹാർട്ട് ഈസ് നോട്ട് വർക്കിംഗ്. സോ എന്താണ്? ആ ബ്ലഡ് തിരിച്ച് റീഅക്യുമുലേറ്റ് ചെയ്യും. എവിടെ നിന്നാണോ ആ ബ്ലഡ് വന്നത് അതേ ഓർഗാൻസിലേക്ക് എന്ത് പോവും? ഈ ബ്ലഡ് തിരിച്ചു പോകും. അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ആരെയാ? ഹെപ്പാറ്റോസ്പ്ലീനോമെഗലി, ലിവറിനെയാണ്. സോ റൈറ്റ് ഹാർട്ട് ഫെയിലിയർ സൈൻസ് എന്തൊക്കെയാ? പെരിഫറൽ എഡിമ, ഹെപ്പാറ്റോസ്പ്ലീനോമെഗലി, അസൈറ്റിസ്, ജുഗുലാർ വെയിൻ ഡിസ്റ്റൻഷൻ, വെയിൻ ഗെയിൻ, സ്കേലർ എഡിമ, ഒളിക്യൂറിയ. എന്താണ് അസൈറ്റിസ് എന്ന് പറഞ്ഞാൽ? ഫ്ലൂയിഡ് റിട്ടൻഷൻ ഇൻ ദ ലിവർ. സോ ഇതാണ് ദിസ് ആർ ദ സൈൻസ് ഇൻ ദ റൈറ്റ് ഹാർട്ട് ഫെയിലിയർ. സോ നെക്സ്റ്റ് എന്താണ്? ലെഫ്റ്റ് ഹാർട്ട് ഫെയിലിയർ. സോ എന്താണ്? നമ്മുടെ ലെഫ്റ്റ് ഹാർട്ട് ഫെയിലിയർ ആവുമ്പോൾ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ഓർഗൻ ഏതാണ്?
ലങ്സ് ആണ്. സോ റൈറ്റ് സൈഡിൽ കളക്ട് ചെയ്ത ഡിയോക്സിനേറ്റഡ് ബ്ലഡ് ഡയറക്ട്ലി ട്രാൻസ്പോർട്ട് ആവുന്നത് ലങ്സിലോട്ടാണ്. ലങ്സിൽ വെച്ച് എന്താണ് ഡിയോക്സിൻ ആയിട്ടുള്ള ബ്ലഡിനെ ഓക്സിജൻ ആയിട്ട് കൺവേർട്ട് ചെയ്ത് അത് ആരാണ് കളക്ട് ചെയ്യേണ്ടത്? ലെഫ്റ്റ് ഹാർട്ടാണ് കളക്ട് ചെയ്യുന്നത്. ബട്ട് എന്താണ്, ലെഫ്റ്റ് ഹാർട്ട് ഇസ് നോട്ട് വർക്ക്, അല്ലെങ്കിൽ ലെഫ്റ്റ് ഹാർട്ട് എന്താണ്, ഫെയിലിയർ ആണ്. സോ ഇറ്റ് ലീഡ്സ് ടു എന്താണ്, പൾമണറി കൺജക്ഷൻ, ഡിസിപ്നിയ, ക്രാക്കിൾസ് ആൻഡ് പാരഡോക്സിൽ നോസ്ട്രൽ ഡിസിപ്നിയ. സോ ലെഫ്റ്റ് ഹാർട്ട് ആണെങ്കിൽ ലങ്സിനെയും റൈറ്റ് ഹാർട്ട് ആണെങ്കിൽ ലിവറിനെയാണ് ബാധിക്കുന്നത്. സോ വാട്ട് ട്രീറ്റ്മെന്റ് എന്താ ചെയ്യേണ്ടത്? അസസ് ലങ്സ് സൗണ്ട് അല്ലെ, ക്രാക്കിൾസ് ആൻഡ് വീസിംഗ് ഉണ്ടോ നമ്മൾ അസസ് ചെയ്യണം. ഇൻസ്ട്രക്ട് ദ പേഷ്യന്റ് ടു അവോയ്ഡ് ദ വൽസൽവ മാനുവൽ. കാരണം എന്താ, നമ്മുടെ വാൽവിനൊക്കെ ഇഞ്ചുറി പറ്റാൻ ചാൻസ് ഉണ്ട്. സോ നമ്മൾ വൽസൽവ മാനുവൽ നമ്മൾ എന്താണ് അവോയ്ഡ് ചെയ്യണം. എഡ്യൂക്കേറ്റ് ടു റെക്കഗ്നൈസ് ദ ഏർലി സൈൻസ് ആൻഡ് സിംറ്റംസ് അല്ലെ, ഏർലി സൈൻസ് ആൻഡ് സിംറ്റംസ് നമ്മൾ എന്ത് ചെയ്യണം, പെട്ടെന്ന് റെക്കഗ്നൈസ് ചെയ്യണം. ഡിഗോക്സിൻ നമ്മൾ അഡ്മിനിസ്റ്റർ ചെയ്യണം. സോ നമ്മൾ എന്താണ്, റൈറ്റ് ഹാർട്ട് ഫെയിലിയർ ആയാലും ലെഫ്റ്റ് ഹാർട്ട് ഫെയിലിയർ ആയാലും എന്താണ്, നമ്മുടെ കാർഡിയാക് ഔട്ട്പുട്ട് ഡിക്രീസ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത്, ഡിഗോക്സിൻ കൊടുക്കണം ടു ഇൻക്രീസ് ദ കാർഡിയാക് ഔട്ട്പുട്ട്. സോ ദെൻ യൂസ് ഡയൂറിറ്റിക്സ്. എന്തിനാണ്, എഡിമി ഉണ്ടാവും. സോ വെയിറ്റ് ഗെയിൻ ഉണ്ടാവും. സോ ഡയൂറിറ്റിക്സ് യൂസ് ചെയ്യുക. ആൻഡ് വാസോ ഡയലേറ്റേഴ്സ്, ഇൻഹിബിറ്റർ, ആൻജിയോടെൻസിൻ ഇൻഹിബിറ്റർ and angiotensin second inhibitor, NTG, beta blockers, calcium blockers and dopamine. നമുക്ക് ഈ മെഡിസിൻസ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ട്രീറ്റ്മെന്റിൽ നമുക്ക് യൂസ് ചെയ്യാം. സോ വളരെ സർജിക്കൽ മാനേജ്മെന്റ്, അതാണ് എന്ത്, റീവാസ്കുലറൈസേഷൻ, CAB അല്ലെങ്കിൽ PTCA നമുക്ക് ചെയ്യാം അല്ലെ. അപ്പൊ എന്താണ് നമ്മൾ ഇന്റർവെൻഷൻ പ്രൊവൈഡ് ചെയ്യേണ്ടത്? ഹൈ ഫൗലസ് പൊസിഷൻ അല്ലെ, എയർവേ നമ്മൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എയർവേ ക്ലിയർ ആയോന്നാണ്. സോ നമ്മൾ എന്താ വെച്ചാൽ ഹൈ ഫൗലസ് പൊസിഷൻ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യണം. അഡ്മിനിസ്റ്റർ ഓക്സിജൻ, പ്രിപ്പയർ IV diuretics and digoxin, then insert Foley's catheter and also monitor the BP, ILO chat and weight, maintaining low sodium low fat diet, sodium പൊട്ടാഷ്യം റിച്ച് ഫുഡ് നമ്മൾ കൊടുക്കണം. പിന്നെന്താണ്, മോണിറ്റർ വെയിറ്റ് അല്ലെ, കാരണം എഡിമ ഇറ്റ് ലീഡ്സ് ടു വെയിറ്റ് ഗെയിൻ വരും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, വെയിറ്റ് നമ്മൾ മോണിറ്റർ ചെയ്യണം. പിന്നെ എന്താ ചെയ്യേണ്ടത്, ഡിഗോക്സിൻ ടോക്സിറ്റി വരാൻ ചാൻസ് ഉണ്ട്. കാരണം ഡിഗോക്സിന്റെ സൈഡ് എഫക്റ്റ് ആണ് ഇറ്റ് റെഡ്യൂസിങ് ദ ഹാർട്ട് റേറ്റ്. അപ്പൊ എന്താണ്, യെല്ലോ ഹാലോ ബ്രാഡികാർഡിയ ഹൈപ്പോകലീമിയ എന്നാണെങ്കിൽ അത് ഡിഗോക്സിൻ ടോക്സിറ്റി ആണ്. അപ്പൊ നമ്മൾ 0.5 to 2 mg DL നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. ഡിഗോക്സിൻ ടോക്സിക് ആവുകയാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഡിഗോക്സിന്റെ ആന്റിഡോട്ടായ ഡിജിബാൻഡ് നമ്മൾ അഡ്മിനിസ്റ്റർ ചെയ്യണം. സോ നെക്സ്റ്റ് ആണ് ഇൻഫ്ലമേറ്ററി ഹാർട്ട് ഡിസീസസ്. ഇൻഫ്ലമേറ്ററി ഹാർട്ട് ഡിസീസ് ആണ് എന്ത്, എൻഡോകാർഡൈറ്റിസ്. സോ വാട്ട് ഈസ് എൻഡോകാർഡൈറ്റിസ്? ഇൻഫ്ലമേഷൻ ഓഫ് ദ ഹാർട്ട് ഇന്നർ ലൈനിങ് ആൻഡ് വാൽവ് ആണ്. സോ വാട്ട് ആർ ദ റിസ്ക് ഫാക്ടേഴ്സ്? എന്തൊക്കെയാണ്? വാൽവൽ ഹാർട്ട് ഡിസീസ് ഉണ്ടെങ്കിൽ വാൽവ് റീപ്ലേസ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഓറൽ പ്രൊസീജിയേഴ്സ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരാം, എൻഡോകാർഡൈറ്റിസ് വരാം. സോ എന്താണ് സൈൻസ്? ഇന്റർമീഡിയറ്റ് ഫീവർ, മർമേഴ്സ്, ഹാർട്ട് ഫെയിലിയർ, സ്പ്ലീനോമെഗലി, ഓസ്ലർ നോഡ് ആൻഡ് ജൈന്റ് ലീഷൻ. അപ്പൊ എന്താണ് ഓസ്ലർ നോഡ്? അപ്പൊ പിക്ചർ കണ്ടോ, നമ്മുടെ ഫിംഗർ അല്ലെ, നമ്മുടെ തം ഫിംഗറിലൊക്കെ എന്താണ് ഇങ്ങനെ ചെറിയ ചെറിയ ഡോട്ട് കാണില്ലേ, ഇതിനെ പറയുന്ന പേരാണ് ഓസ്ലർ നോഡ്. സോ ജൈന്റ് ലീഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ ഹാൻഡിൽ, നമ്മുടെ പാം റീജിയനിൽ എന്താണ് ചെറിയ ചെറിയ ഡോട്ട് ഡോട്ട് ആയിട്ടുള്ള മൊഡ്യൂൾ വരാണെങ്കിൽ അത് എന്താണ്, ജൈന്റ് ലീഷൻസ് ആണ്. സോ ദാറ്റ് ഈസ് ഓസ്ലർ നോഡ് ആൻഡ് ജൈന്റ് ലീഷൻ. ഓക്കെ, സോ വാട്ട് ആർ ദ കോംപ്ലിക്കേഷൻ ഇൻ എൻഡോകാർഡൈറ്റിസ്? എന്താണ്, എംബോളൈ. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ട, ഇന്റർവെൻഷൻ നമ്മൾ എന്താ ചെയ്യണം, ബെഡ് റെസ്റ്റ് ചെയ്യണം, മോണിറ്റർ സെറിബ്രോവാസ്കുലർ സ്റ്റാറ്റസ്, ആന്റി എമോളിക് സ്റ്റോക്ക് നമ്മൾ യൂസ് ചെയ്യണം. കാരണം നമുക്ക് എന്താണ്, എംബോളൈ നമുക്ക് പ്രിവെന്റ് ചെയ്യണ്ടേ. സ്ട്രിക്റ്റ് ആസെപ്റ്റിക് ടെക്നിക്സ് ആൻഡ് ഓറൽ ഹൈജീൻ ആൻഡ് മോണിറ്റർ ഫോർ ദ പൾമനറി എഡിമ അല്ലെ. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ട, ഓറൽ പ്രൊസീജിയർ ചെയ്യുമ്പോൾ നമ്മൾ എന്താണ് അസെപ്റ്റിക്സ് യൂസ് ചെയ്യുക. കാരണം എൻഡോകാർഡൈറ്റിസ് നമുക്ക് വരുന്നത് ഒരു ബാക്ടീരിയൽ ഇൻഫെക്ഷൻ കൊണ്ടാണ് അല്ലെ. അപ്പൊ നമ്മള് ഓറൽ പ്രൊസീജിയർ ചെയ്യുമ്പോൾ അസെപ്റ്റിക്സ് യൂസ് ചെയ്യാതിരിക്കുമ്പോൾ എന്താണ്, ഈ ബാക്ടീരിയ എന്താണ് ബ്ലഡിൽ എൻ്റർ ആവുന്നു, നേരെ നമ്മൾ എന്തെത്തുന്നു, ഹാർട്ട് ലെയറിനെ ബാധിക്കുന്നു, അങ്ങനെയാണ് ഇൻഫ്ലമേഷൻ വരുന്നത്. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്, സ്ട്രിക്റ്റ് അസെപ്റ്റിക് ടെക്നിക്സ് നമ്മൾ യൂസ് ചെയ്യണം. സോ നെക്സ്റ്റ് ആണ് മയോകാർഡൈറ്റിസ്. മയോകാർഡൈറ്റിസ് എന്ന് പറഞ്ഞാൽ എന്താണ്, കോസ്ഡ് ബൈ ദ പെരികാർഡൈറ്റിസ്, അലർജിക് റെസ്പോൺസ്, സിസ്റ്റമാറ്റിക് ഇൻഫെക്ഷൻ അല്ലെ. സോ ഒരു അലർജിക് ഫംഗ്ഷൻ ആണ് എന്ത്, അല്ലെങ്കിൽ വൈറൽ ഇൻഫെക്ഷൻ ആണ് എന്ത്, മയോകാർഡൈറ്റിസിന്റെ കോമൺ കോസ്. സൈൻസ് എന്തൊക്കെയാണ്, ഹാർട്ട് ഫെയിലിയർ, സൈൻസ്
മർമേഴ്സ്, ഗാലപ്രിതം, S3, പൾസസ്, ഓൾട്ടർനേറ്റ്സ് വരും അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ഇൻഫർമേഷനാണ് കൊടുക്കണ്ടേ? സിറ്റിംഗ്, ലീനിങ്, ഫോർവേഡ് പൊസിഷൻ എന്ന് പറഞ്ഞാൽ കാർഡിയക് പൊസിഷൻ കൊടുക്കുക, ബെഡ് റെസ്റ്റ് ചെയ്യുക, അഡ്മിനിസ്റ്റർ O2, അനാലിസിസ് ആൻഡ് എൻഎസൈഡ്സ് കൊടുക്കുക, ഡിഗോക്സിൻ കൊടുക്കുക. സോ നെക്സ്റ്റ് എന്താണ്? ലാസ്റ്റ് പെരിക്കാർഡൈറ്റിസ്, ഇൻഫ്ലമേഷൻ ഓഫ് ദ പെരിക്കാർഡിയൽ sac causing the constriction and ventricular compression. അപ്പൊ എന്താണ് നമ്മൾ സൈൻ വരുന്നത്? ആന്റീരിയർ ചെസ്റ്റ് പെയിൻ വരും അല്ലെ. നമുക്ക് ഭയങ്കര പെയിൻ ആയിരിക്കും. ബ്രീത്ത് ആൻഡ് ലോഫ് ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര പെയിൻ ആയിരിക്കും. ഫ്രിക്ഷൻ റെപ്പ് സൗണ്ട് വരും. ഫിയർ ആൻഡ് ചിൽസ് വരും. ECG വേരിയേഷൻ എന്താ പറയുക? ഏട്രിയൽ ഫിബ്രിലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഏട്രിയം ഇസ് നോട്ട് കോൺട്രാക്റ്റഡ്, അതാണ് ഏട്രിയൽ ഫിബ്രിലേഷൻ. സോ എന്താണ് കോംപ്ലിക്കേഷൻ വരാം? കാർഡിയാക് ടെമ്പോണൈറ്റ്. അപ്പൊ കാർഡിയക് ടെമ്പോണൈറ്റ് വരില്ല. കാർഡിയക് ടെമ്പോണൈറ്റ് എന്ന് പറഞ്ഞ ഒരു സീരിയസ് കണ്ടീഷൻ ആണ്. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? എന്ത് ഇൻഫർമേഷൻ കൊടുക്കേണ്ടത്? പെട്ടെന്ന് നമ്മൾ പെയിൻ അസസ് ചെയ്യണം, ഹൈഫോളസ് പൊസിഷൻ കൊടുക്കണം, അനാലിസിസ് കൊടുക്കണം, ആന്റിബയോട്ടിക്സ് കൊടുക്കാം, അന്നസൈഡ്സ്, ഡിഗോക്സിൻ, ഡയറൂട്ടിക്സ് ആൻഡ് നമ്മൾ എന്ത് ചെയ്യണം? ഇമീഡിയറ്റ് മാനേജ്മെന്റ് ആയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? പെരിക്കാർഡിയോസെന്റിസിസ് എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ ഈ പെരിക്കാർഡൈറ്റിസ് വരുമ്പോൾ നമ്മുടെ പെരിക്കാർഡിയത്തിന്റെ എന്താണ് ഇന്റെ പെരിക്കാർഡിയൽ സാക്ക് എന്താണ്? ഫ്ലൂയിഡ് എൻ്റർ ആവാൻ ചാൻസ് ഉണ്ട് അല്ലെ. അപ്പൊ അത് പെരിക്കാർഡിയൽ ഇൻഫ്യൂഷൻ. അപ്പൊ നമ്മൾ അത് പെട്ടെന്ന് മാനേജ് ചെയ്ത് നമ്മൾ എന്താ ചെയ്യേണ്ടത്? പെരിക്കാർഡിയോസെന്റിസിസ് ചെയ്യണം. അല്ലെങ്കിൽ നമ്മൾ എൻ്റർ ആയ ഫ്ലൂയിഡ് എന്താണ്? കുറച്ച് അധികം ഉണ്ട്, 1000 ml ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? പെരിക്കാർഡിയോസെന്റെക്ടമി ചെയ്യുക. പെരിക്കാർഡിയോഡക്ടമി ചെയ്യുക കേട്ടോ നമ്മള്. അപ്പൊ എന്താ ചെയ്യേണ്ടത്? ഇമീഡിയറ്റ് മാനേജ് നമ്മൾ എന്ത് ചെയ്യണം? പെരിക്കാർഡോസിന്തസിസ് അല്ലെങ്കിൽ ലാർജ് എമൗണ്ട് ഓഫ് ഫ്ലൂയിഡിന്റെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? പെരിക്കാർഡിയോഡക്ടമി ചെയ്യാം. സോ നെക്സ്റ്റ് എന്താണ്? കാർഡിയോമയോപ്പതി. സോ വാട്ട് ഈസ് കാർഡിയോമയോപ്പതി? നെക്സ്റ്റ് കണ്ടീഷൻ ആണ്. കാർഡിയോമയോപ്പതി ഈസ് എ സബ് അക്യൂട്ട് ക്രോണിക് ഡിസീസ് ഓഫ് ദ ഹാർട്ട് മസിൽസ് അല്ലെ. അപ്പൊ നമ്മുടെ ഏജ് കാരണം നമ്മുടെ ഹാർട്ട് മസിൽസിനെ ബാധിക്കുന്ന ഒരു ഡിസീസ് കണ്ടീഷൻ ആണ് കാർഡിയോമയോപ്പതി. സോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് ട്രീറ്റ്മെന്റ് പാലിയേറ്റീവ് ആണ് കേട്ടോ. കാരണം എന്താണ്? ഓപ്റ്റൻ നമുക്ക് പാലിയേറ്റീവ് ആണ്. നമുക്ക് ചിലപ്പോൾ ചൈൽഡ് ബർത്തിൽ വരാം, അല്ലെങ്കിൽ അത് പാലിയേറ്റീവ് ആണ്. നമുക്ക് ഒരിക്കലും എന്താ ക്യൂറബിൾ അല്ല. അപ്പൊ ഒന്നില്ലെങ്കിൽ നമുക്ക് പാലിയേറ്റീവ് കെയർ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഹാർട്ട് റീപ്ലേസ് ചെയ്യാം, അല്ലെങ്കിൽ പേസ് മേക്കർ വെക്കാം. സോ ടൈപ്പ് ഉണ്ട്, ഡൈലേറ്റഡ് ഉണ്ട്. ദെൻ ഡൈലേറ്റഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? എൻഡോകാർഡിയൽ മയോകാർഡിയൽ ഫിബ്രോസിസ് ലീഡ് ടു ചേംബർ ഡൈലേറ്റഡ് ആവും അല്ലെ. ഡൈലേറ്റഡ് നമ്മുടെ ചേംബേഴ്സ് ഡൈലേറ്റ് ആവുന്നു. അപ്പൊ എന്ത് സൈനാ വരാ? ഹാർട്ട് ഫെയിലിയർ, ഡിസെറിത്രീമിയ, ഹാർട്ട് ബ്ലോക്ക് ആൻഡ് എംബോളിയ ആൻഡ് കാർഡിയോമഗലി. നമ്മൾ എന്ത് ട്രീറ്റ്മെന്റ് കൊടുക്കേണ്ടത്? സിംറ്റോമാറ്റിക് അല്ലെങ്കിൽ എന്താണ്? സിംറ്റംസ് എന്താണോ നമ്മൾ ക്ലിനിക്സ് ചെയ്യുക, അതിന് മെഡിസിൻ കൊടുക്കുക, അല്ലെങ്കിൽ എന്താ? ഹാർട്ട് ട്രാൻസ്പ്ലാന്റ് ചെയ്യുക. സോ നെക്സ്റ്റ് എന്താണ്? ഹൈപ്പർട്രോഫിൽ. അത് ഒബ്സ്ട്രക്റ്റീവ് ആണ് എന്ന് പറയുമ്പോൾ നമ്മൾ ഹൈപ്പർട്രോഫിയിൽ 2 ടൈപ്പ് ഉണ്ട്. ഒബ്സ്ട്രക്റ്റീവ് ഉണ്ട്, നോൺ ഒബ്സ്ട്രക്റ്റീവ് ഉണ്ട്. അപ്പൊ സ്പെക്ട്രൽ ഹൈപ്പർട്രോഫി, മിട്രൽ വാൽവ് ഇൻകോംപിറ്റൻസ് ആൻഡ് ലെഫ്റ്റ് വെൻട്രിക്കിൾ ഔട്ട്ഫ്ലോ ഒബ്സ്ട്രക്ഷൻ ഒക്കെ വരുമ്പോൾ നമുക്ക് ഒബ്സ്ട്രക്റ്റീവ് ഡിഫക്റ്റ് വരാം. നോൺ ഒബ്സ്ട്രക്റ്റീവ് ആണെങ്കിൽ എന്താ? നോ ഔട്ട്ഫ്ലോ ഒബ്സ്ട്രക്ഷൻ വരാം. അപ്പൊ എന്താണ് സൈൻ? എന്തൊക്കെയാ? ഡിസിപ്റ്റിയ, ആൻസൈന, സഡൻ ഡെത്ത് ആൻഡ് ഹാർട്ട് ഫെയിലിയർ. അപ്പൊ നമ്മൾ എന്ത് ട്രീറ്റ്മെന്റ് കൊടുക്കണ്ടേ? ഡിസെറിത്രീമിയ കൺവേർഷൻ, ദെൻ മൈഡക്ടമി വിത്ത് മിട്രൽ വാൾവ് റീപ്ലേസ്മെന്റ് അല്ലെ. അപ്പൊ നമുക്കറിയാം എന്താണ്? ഒന്നല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? സിംറ്റമാറ്റിക് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് സർജിക്കൽ റീപ്ലേസ്മെന്റ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് എന്താ? റെസ്ട്രിക്റ്റീവ് അല്ലെ. റെസ്ട്രിക്റ്റീവിൽ എന്താണ്? റിജിഡ് ഹാർട്ട് വാൾസ് ആണ്. അപ്പൊ എന്തൊക്കെയാണ് സൈൻ വരുന്നത്? ഡിസിപ്ലിയ, ഹാർട്ട് ഫെയിലിയർ, എംബോളി, ഹാർട്ട് ബ്ലോക്ക് ആൻഡ് കാർഡിയോമെഗലി. നമ്മൾ എന്ത് ട്രീറ്റ്മെന്റ് കൊടുക്കണ്ടേ? സിംറ്റോമാറ്റിക് കൊടുക്കുക. നമുക്ക് എമർജൻസി പൾമണറി എഡിമ മാനേജ്മെന്റ് ചെയ്യാം. സോ നെക്സ്റ്റ് എന്താണ്? പെരിഫറൽ ഏട്രിയൽ ഡിസോർഡർ. സോ ഫസ്റ്റ് കണ്ടീഷൻ ആണ് റൈനോസ് ഡിസീസസ്. ദാറ്റ് മീൻസ് എന്താണ്? ഇവിടെ ഏട്രിയൽ ഒക്വേഷൻ വരാണ്. അപ്പൊ നമുക്കറിയാം നമ്മുടെ ശരീരത്തില് ആർട്ടറി ആണ് നമ്മുടെ ശരീരത്തിലെ ഓക്സിജൻ ബ്ലഡ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് അല്ലെ. അപ്പൊ നമ്മുടെ എക്സ്ട്രിമിറ്റ്സ്, ഫോർ എക്സാമ്പിൾ നമ്മുടെ ഹാൻഡിൽ എന്താണ്? ഒരു നമ്മുടെ ആർട്ടറിക്ക് വരുന്ന ഒരു ഒക്വേഷനോ വാസോസ്പാസമാണ് റൈനോസ് ഡിസീസ് എന്ന് പറയുന്നത്. അപ്പൊ എന്തോ ട്രിഗറിംഗ് ഫാക്ടർ എന്തൊക്കെയാ? ഒരുപാട് കോൾഡോ സ്ട്രെസ്സോ വരുമ്പോൾ ആ പിക്ചർ കണ്ടില്ലേ? സ്കിൻ ഡിസ്കളറേഷൻ കാണാം അല്ലെ. ബ്ലഡ് ഫ്ലോ റെസ്ട്രിക്ട് ചെയ്യുമ്പോൾ ഒരു വൈറ്റ് കളറും എന്താണ്? ബ്ലഡ് വെസൽസ് എന്താണ്? ഒരുപാട് ബ്ലഡ് ബ്ലോക്ക് ആകുമ്പോൾ ബ്ലൂയിഷും അതുപോലെ സ്കിൻ എന്താണ്? പിന്നെ അത് ടേൺ റെഡ് ആയിട്ട് മാറും. അതാണ് എന്ത്? റൈനോസ് ഡിസീസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്താണ്? ബ്യൂഗസ് ഡിസീസസ്. സോ വാട്ട് ഈസ് ബ്യൂഗസ് ഡിസീസസ്?
It is a occlusion of a small distal arteries linked to smoking. Smoking കാരണം നമ്മുടെ സ്മോൾ ആർട്ടറിക്ക് വരുന്ന ഒക്കൂഷൻ ആണല്ലേ. ആ പിക്ചർ കണ്ടില്ലേ? ആ ഫിംഗറിന്റെ എന്താണ്, ഫിംഗറിന്റെ മിഡിൽ റീജിയനിൽ കണ്ടോ? ഫിംഗറിന്റെ എന്താ ടോ റീജിയനിൽ കണ്ടില്ലേ? ഒരു എന്താണ് റൗണ്ട് പോലെ ഡിസ്ക്രിപ്ഷൻ കണ്ടില്ലേ? അപ്പൊ എന്താണ് നമുക്ക് വരുന്നത്? അതാണ് ബ്യൂഗോസ് ഡിസീസസ് അല്ലെ. അപ്പൊ എന്താണ് സയൻസ് എന്താ? ബോത്തിന് സെയിം ആണ്. കാൽഡിക്കേഷൻ കാണാം, കോൾഡ്, numbness ആൻഡ് ടിംഗ്ലിംഗ്, ബ്ലീച്ചിങ്, സൈനോസിസ് ആൻഡ് അൾസർ ഫോർമേഷൻ വരെ വരാം. നമ്മൾ എന്ത് ഇൻഫർമേഷൻ ചെയ്യണ്ടേ? എൻകറേജ് ആംബുലേഷൻ. സോ ഹാൻഡ് ലിംബ് ഇൻഡിപെൻഡന്റ് പൊസിഷൻ, നമ്മളെ ലിംബ് നമ്മൾ ഹാങ് ചെയ്ത് വെക്കുക. നമ്മൾ ട്രിഗറിംഗ് ഫാക്ടേഴ്സ് അവോയ്ഡ് ചെയ്യുക. അവോയ്ഡ് സ്മോക്കിംഗ്, ഇൻജുറീസ്, കോൾഡ് ആൻഡ് സ്ട്രെസ്. നമ്മൾ പേഷ്യന്റ് എപ്പോഴും എന്താണ് വാമായിട്ട് സൂക്ഷിക്കുക. അഡ്മിനിസ്റ്റർ എന്താ ചെയ്യേണ്ടത്? വാസോ ഡൈലേറ്റസ്. കാരണം എന്താ? ആർട്ടറിക്ക് ഉണ്ടാവുന്ന ബ്ലോക്ക് കൊണ്ടായിരിക്കാം. സോ നമ്മൾ ആ നാരോയിങ് മാറ്റാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യാം? വാസോ ഡൈലേറ്റസ് അഡ്മിനിസ്റ്റർ ചെയ്യാം. സോ നെക്സ്റ്റ് എന്താണ്? അബ്ഡോമിനൽ അയോട്ടിക് അനോറിസം. സോ അബ്നോർമൽ ഡൈലേഷൻ ഓഫ് ദ അബ്ഡോമിനൽ അയോട്ട. ആ പിക്ചർ കണ്ടില്ലേ? നോർമൽ ആയ അയോട്ട കണ്ടു, ഡൈലേറ്റ് ആയ അയോട്ട കണ്ടു. അപ്പൊ അയോട്ട ഡൈലേറ്റ് ആവുന്നതാണ് അബ്ഡോമിനൽ അയോട്ടിക് അനോറിസം അല്ലെ. എന്താണ് കോമൺ കോസ്? സ്മോക്കിംഗ്, ഹൈപ്പർ ടെൻഷൻ, അതെറോസ്ക്ലെറോസിസ്. സോ എന്താണ് സൈൻസ് ഉണ്ടാവുക? വിസിബിൾ പൾസേഷൻ ഇൻ ദ അപ്പർ അബ്ഡോമൻ, പാൽപ്പബിൾ മാസ്, ബ്യൂറിറ്റ് ഓവർ മാസ്, സിവിയർ പെയിൻ ആണ്. സോ നമ്മൾ പാൽപ്പേറ്റ് ചെയ്യാൻ പാടില്ല, കാരണം റപ്ചർ ആയി കഴിഞ്ഞാൽ ലൈഫ് ത്രെട്ടനിങ് ആണ്. സോ നമ്മൾ ഇത് എങ്ങനെ റെക്കഗ്നൈസ് ചെയ്യാം? എക്സ്റേ ഷോസ് ആൻ എക്ഷ്വൽ ക്ലാസിഫിക്കേഷൻ. അപ്പൊ നമ്മൾ എക്സ്റേ എടുക്കുമ്പോൾ ഒരു എക്ഷ്വൽ ക്ലാസിഫിക്കേഷൻ കണ്ടത് എന്താണ്? അബ്ഡോമിനൽ അയോട്ടിക് എൻട്രിസം ആണ്. സോ നമ്മൾ ഇത് എങ്ങനെ മാനേജ്മെന്റ് ചെയ്യും? സർജിക്കൽ റിസെക്ഷൻ, അതിൽ നമ്മളത് കട്ട് ചെയ്ത് കളയാം, അനസ്തമോസിസ് ചെയ്യാം, ഹൈപ്പർ ടെൻഷൻ കൺട്രോൾ ചെയ്യാം. ഒരിക്കലും റപ്ചർ ആവരുത്. റപ്ചർ ആയി കഴിഞ്ഞാൽ അതെന്താണ്? ലൈഫ് ത്രെട്ടനിങ് ആണ്. ബിക്കോസ് എന്താണ്? ഇറ്റ് ലീഡ്സ് ടു ഹൈപ്പോവോൾമിയ. നെക്സ്റ്റ് എന്താണ്? ഡീപ്പ് വെയിൻ ത്രോംബോസിസ്, DVT. സോ DVT വരാൻ എന്താണ് റീസൺസ്? റിസ്ക് ഫാക്ടർ എന്തൊക്കെയാ? ഇൻമൊബിലൈസേഷൻ, ബ്ലീഡിങ്, ബ്ലീഡിംഗ് ഡിസോർഡേഴ്സ്, ഒബൈസിറ്റി, പ്രഗ്നൻസി, അബ്ഡോമിനൽ സർജറി, ട്രോമ, ഓറൽ കോൺട്രാസെപ്റ്റിക്സ്, ഓൾഡ് ഏജ് ആണ് DVTക്ക് കോമൺ കോസ് അല്ലെ. സോ നമുക്ക് എന്താണ് സൈൻ വരാം? ഗ്രോണിങ്, പെയിൻ ആൻഡ് ടെൻഡർനെസ് വരും. സഡൻ യൂണിലാറ്ററൽ ലിംബ് സ്വെല്ലിംഗ് വരും അല്ലെ. ഭയങ്കര എന്താണ്? നമുക്ക് ഒരു കാലം നോക്കുമ്പോൾ മറ്റേ കാലം എന്താണ്? ഭയങ്കര സ്വെല്ലിംഗ് വരാം, മൈൽഡ് ഫീവർ വരാം, സൈനോസിസ് വരാം. അപ്പൊ എന്താണ് പോസിറ്റീവ് ഹൊമാൻ സൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ കാഫ് മസിൽസിന് ഫ്ലക്ഷൻ ചെയ്യുമ്പോൾ പെയിൻ വരുന്നതാണ് പോസിറ്റീവ് ഹൊമാൻ സൈൻ. അപ്പൊ നമ്മൾ എന്ത് ഇൻഫർമേഷൻ ചെയ്യേണ്ടേ? എലിവേറ്റ് ദ ഫുട്ട് അബോവ് ദ ഹാർട്ട്, ഇവാലുവേറ്റ് പൾമറി എംബോളിസം. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ക്ലോട്ട് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആന്റികോയാഗുലന്റ് ആയിട്ടുള്ള ഹെപ്പാരിനും വർഫാരിനും കൊടുക്കാം. നമ്മൾ എന്താ ചെയ്യേണ്ട? പൾമറി എംബോളിസം പെട്ടെന്ന് ഇവാലുവേറ്റ് ചെയ്ത് നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മള് അപ്ലൈ സ്റ്റോക്കിങ്സ് ഇടാം. അവോയ്ഡ് എന്താണ്? വൈറ്റമിൻ K ആൻഡ് ഫാറ്റി ഫുഡ്സ്. സോ ദിസ് ആർ ദ ടോപ്പിക് നമ്മൾ ഡിസ്കസ്ഡ് ഇൻ ദ കാർഡിയോളജി. Okay, thank you.